അനിയന്ത്രിതമായിട്ടാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്ക് എന്താ സംഭവിക്കും ജീവിതത്തിൽ? പറയും ഞാൻ ഒറ്റയ്ക്ക് എഡിസോട്ട് എടുക്കുന്നില്ല. എന്താ ചെയ്യാൻ പറ്റുക? എന്താവും? മുട്ടിയെടുത്തിട്ട് ആണിയും കൊണ്ട് അടിക്കും. യെസ്. അപ്പോ ഞാൻ ചെറിയൊരു കഥയിൽ തുടങ്ങാം. റെഡി അല്ലേ? ഒരു ഭർത്താവ് ഭാര്യ എപ്പോ ദേഷ്യം പിടിക്കും. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എപ്പോ ദേഷ്യം. അനുസരിച്ച് നോക്കണ്ട. അപ്പോ ഒരു കഥയാണ്. ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ എന്തിനാ എപ്പോ ദേഷ്യം പിടിക്കുന്നത്? ഞാനൊരു പണിയെല്ലാം എടുത്ത് വീട്ടിലേക്ക് സ്ട്രെസ്സായി, ചിലപ്പം അവിടെ പൈസ കൊടുക്കേണ്ടത്, ജോലി ഭാരങ്ങൾ, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, കുട്ടികളെ പഠനം, ഷോപ്പിലെ കാര്യങ്ങൾ, സ്റ്റാഫ്, ഇതെല്ലാം കൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ എപ്പോ ദേഷ്യത്തില്ല. അപ്പൊ ഭാര്യനെ വിളിച്ചിരുത്തി ചോദിച്ചു, അല്ലേ പ്രീതമേ, നീ എന്തിനാ എപ്പോ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നു? അപ്പൊ ഭാര്യ പറഞ്ഞു, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഭർത്താവ് ഒരു ഐഡിയ എടുത്തു. ഭർത്താവ് പറഞ്ഞു, ഒരു ചുറ്റിക എടുക്ക്. നിങ്ങൾ അപ്പുറം ചിന്തിക്കല്ല, ഞാൻ പറയും. ചുറ്റിക എടുത്തിട്ട് ഇത് സൈഡ് നിർത്ത. നമ്മൾ പ്രസിഡന്റിൽ കൊടുക്കുക ഈ സംഭവം, ഈ ചുറ്റിക്കും ആണിയും പലകയും. അർജന്റീന ദേഷ്യം അതൊന്ന് അടിക്കറേ. അടിക്കാൻ തന്നെ അടിച്ചില്ല. ഓക്കെ, റെഡി. അവിടെ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്ക്. ഭാര്യയോട് പറഞ്ഞു, ആണിയും ചുറ്റിയും കൊടുത്തു പറഞ്ഞു, നീ ദേഷ്യം വരുമ്പോ ഭിത്തിയിൽ ആണി ചുറ്റി വെച്ചിട്ട് അടിച്ച് തറപ്പിക്കാം. ഭാര്യ പറഞ്ഞു, ഓക്കെ, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു 20 ദിവസം കൊടുത്തു ഭർത്താവ്. 20 ദിവസം നീ അടിക്കുന്നു, ദേഷ്യം വരുമ്പോ എല്ലാം ഭിത്തിയിൽ ആണി അടിച്ചു വന്നു. ഒരു സാമ്പിള് പറഞ്ഞു. അപ്പൊ ആണി അടിച്ചു ഭാര്യ. അപ്പൊ അതിനുശേഷം വീണ്ടും ഭർത്താവ് ദേഷ്യം തന്നെ വീണ്ടും ചോദിച്ചു ഭർത്താവ്, ഇനിയിപ്പോ എന്ത് ചെയ്യേണ്ട? ഭാര്യ ഭർത്താവ് ഡിസ്കസ് ചെയ്യും. അപ്പൊ പറഞ്ഞു, ഇനി ദേഷ്യം വരുമ്പം ഈ ആണി ഒന്ന് ഊരാൻ ആവശ്യം ഊരി അത് തിരിച്ചു പിടിക്കോ? അല്ല, പലകക്ക് ഇപ്പൊ എന്താ ഉള്ളത് കാണുന്നുണ്ട് എനിക്കെല്ലാവർക്കും? ഒരു ഹോൾസ് ഇല്ലേ? അപ്പൊ ഇതേപോലെയാണ് ഈ ഭാര്യ ഒരു ഭിത്തിയിൽ ഞാൻ നെറ്റ് നിർത്തിയാണ് ഇതുപോലെ അടിച്ചു. ഇത് തിരിച്ചൂരി ദേഷ്യം വരുമ്പോ. എന്നിട്ട് ഭർത്താവ് ഭാര്യ വീണ്ടും സംസാരിച്ചു. ആ സമയത്ത് നോക്കുന്ന സമയത്ത് ഭിത്തിയിൽ നിറയെ ഹോൾസാണ്. ആണി അടിക്കുന്നു, ആണി ഊരുന്നു. ആണി അടിക്കാനുള്ള എഫേർട്ട് സമയം, ആണി ഊരാനുള്ള എഫേർട്ട് സമയം. ഭിത്തി മൊത്തം വികൃതമായിട്ടുള്ള. അപ്പൊ ഭാര്യ ചിന്തിച്ച്, ഞാനിങ്ങനെ വെറുതെ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഭിത്തി മൊത്തം വികൃതമായി. അത് നിങ്ങള് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർ പറയും ചിലപ്പോൾ സിമ്പിളായിട്ട് പൊട്ടിയിട്ട് അടക്കാന്നെല്ലാം പറയും. പിന്നെ അത് വേറെ വശം. അല്ല, നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഭിത്തി വികൃതാവും മാത്രമല്ല നമ്മൾ ദേഷ്യം ക്ഷമിച്ചിട്ടില്ല. അപ്പൊ അവര് ചിന്തിച്ചു, നമ്മൾ വെറുതെ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ലൈഫിൽ നമുക്കെല്ലാം ചിലവർ നമ്മുടെ യാത്രയിൽ മുമ്പിലത്തെ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടു, നമ്മൾ ബാക്കിൽ നിന്ന് എന്ത് ചെയ്യും? എന്താ കാര്യം? അതിന്റെ മുമ്പിൽ ബ്ലോക്ക് ഉണ്ടാവും. ഓണടിക്കൽ ഇവന്റ് അല്ല ഓരോന്നല്ല പറഞ്ഞ് സ്റ്റിയറിംഗിൽ അടിച്ച് ആകെ പ്രഷറിലായി. ശരിക്കും ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? സൈഡിലാവാൻ വഴിയില്ല, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ചിലപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യും, ചിലപ്പോൾ മ്യൂസിക് കേൾക്കും, ഇല്ലെങ്കിൽ ബുക്കോ പുസ്തകമോ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കും. അവരാ സമയം യൂട്ടിലൈസ് ചെയ്യും. നമ്മൾ പ്രഷറിൽ ഇവന്റെ ചിലപ്പോൾ മന്ത്രിനെ പറയും, കേന്ദ്രമന്ത്രിനെ പറയും, റോഡിനെ പറയും. എന്ത് കാര്യം? ഒരു റിസൾട്ടും ഇല്ല. നമ്മൾ മാറിയാ മതി. നമ്മൾ ചില സമയത്ത് കസ്റ്റമേഴ്സിനോട് ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കുന്നില്ല. എന്താ കാര്യമുള്ള? ആ കസ്റ്റമർ ചില മുറിവുകൾ നമുക്ക് ഉണക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ചില വേർഡ് നമ്മുടെ നാവിൽ നിന്ന് വന്നുപോയി ചില വാക്കുകളുണ്ടല്ലോ, അത് ഉണക്കാൻ പറ്റില്ല. അതെന്ന് വാവിട്ട വാക്കും കൈവിട്ട ആയതും തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു പോയിന്റ് നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ലൈഫിലും കൊണ്ടുവരണം. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്തില്ല, ചിലപ്പോൾ റോങ് ആയി പോകും. ശരിയല്ലേ? ദേഷ്യം പിടിച്ചിട്ടൊരു ഡിസിഷൻ എടുത്ത് നോക്കി, ആ സമയത്ത് വല്ല കയ്യിൽ കത്തിയാനോട് ചിലപ്പോൾ കൊത്തും ചെയ്യും. പിന്നെ ചിന്തിക്കും, ജയിലിലെല്ലാം പോയ ജയിൽ പൊടികളോട് നീ ചോദിച്ചാൽ മതി. ആ ഒരു ദേഷ്യം കൊണ്ടാണ് അവരുടെ ലൈഫ് ചേഞ്ച് ആയി പോകും. ചിലപ്പോൾ അടിയിലേക്ക് പോകുന്നത് അതാ. അപ്പൊ നമ്മള് ദേഷ്യപ്പെടുന്നതിന് കൺട്രോൾ ചെയ്യണം. ദേഷ്യം വരുമ്പോ നിങ്ങൾ ചെറിയ ടിപ്സ് ഒന്ന് വായിക്കാൻ പറ്റുമോ?
നമ്മൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിന് നമ്മൾ സ്ട്രോങ് ആവണം. അത് പെട്ടെന്ന് വരുന്ന ദേഷ്യം കൊടുക്കാൻ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. നമ്മളൊന്ന് ഷട്ടിലിന് ക്രിക്കറ്റിന് പോയ സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ റിലാക്സ് ആവുക. പെട്ടെന്ന് നിൽക്കുന്നവ ഭയങ്കര ദേഷ്യമാണ്, ഒന്നിരിക്കുക, എന്നിട്ട് നമ്മൾ ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരു 3 പ്രാവശ്യം ഇരുന്ന് നമ്മൾ കുറച്ച് കൂളാവും. ദേഷ്യപ്പിടിച്ച സമയത്ത് നമ്മൾ ഒരു ഡിസിഷനും എടുക്കാൻ പാടില്ല, കുറച്ച് ക്ഷമിക്കുക. പിന്നെ അല്ലേ കുറച്ചു നേരം അവിടെ നിന്നും ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് റിലാക്സ് ചെയ്യുക. അതിനേ വഴിയുള്ളൂ. പിന്നെ നമ്മൾ മറ്റുള്ളവനെ കുറ്റപ്പെടുത്താതെ നമ്മളാരും സ്വയം തിരിച്ചറിയുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ബിസിനസ്സിലായിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ നമ്മൾ വെറുതെ അനാവശ്യമായി ദേഷ്യം പിടിച്ചിട്ട് സമയം കളയാതെ നമ്മളെ ലൈഫ് പിന്നെ വേസ്റ്റ് ആക്കാതെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നമ്മളെല്ലാം ബിസിനസ്മാൻമാരായി നല്ല രീതിയിൽ വളരണം. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.